ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കണം കേട്ടോ. ഇവിടെ എല്ലാവർക്കും സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നൊരു ഉലുവ വിരകിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഉലുവ ലേഹ്യം അതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ എന്നിട്ടുള്ളത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോവാം കേട്ടോ. അപ്പോൾ സ്കൂളൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ പണികളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ കുട്ടികൾക്ക് എക്സാം ഉണ്ട്, മദ്രസയിൽ എക്സാം ഉണ്ട്, സ്കൂളിൽ എക്സാം ഉണ്ട് കേട്ടോ. അപ്പോൾ അവരവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട്. അങ്ങനെ അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് ചോറും പാത്രമൊക്കെ ബാഗിലാക്കി അവരെ പറഞ്ഞയക്കാൻ കേട്ടോ. അപ്പോൾ അത് രണ്ടാൾ റെഡി ആയിട്ടുണ്ട്. ചെരുപ്പൊക്കെ ഇട്ട് അവരിതാ വണ്ടിയിൽ കയറി പോകണം കേട്ടോ. അവർ രണ്ടാളിപ്പോൾ ആദ്യം പോകണത് കേട്ടോ. മൂത്താൾക്ക് സ്പെഷ്യൽ ക്ലാസ് ഉള്ള കാരണം അവൻ സൈക്കിൾ മേലാണ് പോകണം കേട്ടോ. അപ്പോൾ മഴ ഇല്ലാത്ത കാരണം ഇപ്പോൾ സൈക്കിൾ മേലാണ് കേട്ടോ പോവുക. അല്ലെങ്കിൽ ഇവരെ കൂടെ പോയിട്ട് ബസ്സിനാണ് പോകാറ്. ഇപ്പോൾ അവൻ സൈക്കിൾ മേലാണ് പോകണം. അപ്പോൾ അവർ രണ്ടാൾ പോയി കഴിഞ്ഞതിന് ശേഷം ഇതാ മൂത്താളും ഇതാട്ടാ പോണ്. അങ്ങനെ എല്ലാവരും സ്കൂളിൽ പോയതിനു ശേഷം വീട്ടിലെ ബാക്കി പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഉലുവ കാര്യത്തിലേക്ക് നിൽക്കണം കേട്ടോ. ഇത് തലേദിവസം എടുത്ത വീഡിയോ ഉണ്ടാ. ഇതുപോലത്തെ ഒരു കപ്പിലാണ് ഞാൻ ഉലുവ ഇട്ടുള്ള നന്നായി കഴുകിയിട്ട് ആ വെള്ളം കളഞ്ഞിട്ട് വെള്ളത്തിലിട്ടേക്കാണ് കേട്ടോ ചെയ്യണത്. ഞാൻ വെള്ളം കളയില്ല, വെള്ളത്തിലാണ് നമ്മൾ ഉലുവ വേവിച്ചെടുക്കുക കേട്ടോ. ഇതാ കണ്ടില്ലേ, പിറ്റേ ദിവസം നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ വെള്ളത്തോടൊക്കെ തന്നെ കുക്കറിലിട്ടിട്ട് നമ്മൾ അടിച്ചെടുക്കാനായിട്ട് ചെയ്യാം കേട്ടോ. ഞാൻ അതിലേക്ക് ഒരു സ്പൂണ് മുഴുവനായിട്ടുള്ള കുരുമുളക്, ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് വേവിക്കാൻ വെക്കാം കേട്ടോ. അപ്പം മുഴുവനായിട്ടുള്ള കുരുമുളക് തന്നെ എടുക്കാൻ നോക്കണം കേട്ടോ. വേറെ വെള്ളം ഒഴിച്ചു കൊടുക്കൊന്നും വേണ്ട, കുതിർത്ത വെള്ളം തന്നെ മതി. ഞാൻ അതിലേക്കുള്ള ശർക്കരപ്പാനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 11 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് എടുക്കുക, അവിടെ കുറവാക്കിയതാണ് കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ശർക്കരപ്പാനി ഉണ്ടാക്കാം കേട്ടോ. അത് ഒരടുപ്പത്ത് കുക്കറുണ്ട്, ഒരടുപ്പത്ത് ശർക്കര പാനിക്കും വെച്ചിട്ടുണ്ട് കേട്ടോ. അതെ, ശർക്കര നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായി ഇളക്കി കൊടുത്തിട്ടാ. കുക്കർ ഞാൻ 5 വിസിലാണ് കേട്ടോ അടിച്ചത് ഉലുവ വേവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അതിൻ്റെ എയറൊക്കെ കളഞ്ഞിട്ട് ഇതാ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ടില്ലേ, നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ടില്ലേ, ഇതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ അപ്പുറത്ത് അവിടെ തേങ്ങാപ്പാലൊക്കെ എടുക്കണുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഒരു 5-6 ഏലക്കായ, ഒരു കഷ്ണം ചുക്ക്, നല്ല ജീരകം 1 സ്പൂണ്, 1.5 സ്പൂണ് അത് നന്നായി വറുത്തിട്ട് ഉള്ള നല്ല ജീരകം കേട്ടോ. അതൊന്ന് നന്നായി പൊടിച്ചെടുത്ത് അപ്പോഴത്തേന് ഒരു 1.5 തേങ്ങ 1-ാം പാലും 2-ാം പാലും എടുത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതാ ഉലുവ ഒന്ന് ചെറുതായി തണുത്ത് വന്നപ്പോൾ നമുക്ക് 2 പ്രാവശ്യമായിട്ടാണ് അതിട്ട് അരച്ചു കൊടുക്കണത്. അതിൽ ഫസ്റ്റ് ട്രിപ്പ് ഇതാ അതിൽ 2-ാം പാല് ഒഴിച്ചിട്ടാണ് കേട്ടോ നമ്മൾ അടിച്ചെടുക്കുന്നത്. എന്നിട്ടൊന്ന് നന്നായി അടിച്ചിട്ട്, നന്നായി അരയണമെന്നില്ല, ഇതുപോലെ ഒന്ന് അരഞ്ഞാലും മതി, ഒന്ന് കടിക്കാൻ കിട്ടണ പാകത്തിന്. അങ്ങനെ 2 പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് 2-ാം പാല് വെച്ചിട്ട് അടിച്ചെടുത്ത ഉലുവ ഉണ്ട്. ഇത് 1-ാം പാല്, 2-ാം പാല്, പിന്നെ ചതച്ചെടുത്തതും ശർക്കരപ്പാനിയും ഉണ്ട്. അപ്പം എൻ്റെ കയ്യിൽ ചെറിയൊരു ഉരുളി ഇല്ലാത്ത കാരണം ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം കേട്ടോ എടുക്കണത് വെക്കാൻ. അപ്പോൾ അതിലേക്ക് ഞാനൊരു 3 ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായി ചുറ്റിച്ചു കൊടുത്ത്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ അരച്ചിട്ട് വെച്ചിട്ടില്ലേ ഉലുവ, ആ ഉലുവ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ടൊന്ന് ഒരു 3 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് അതിലൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോഴത്തേന് പുറത്ത് വെയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ദിവസം നല്ല മഴയായിരുന്നല്ലോ. അപ്പോൾ അലക്കാളത് കൊണ്ടിടുകയും ചെയ്തു കേട്ടോ. എന്നിട്ട് ഇനി അതിലേക്ക് നമ്മൾ ശർക്കരപ്പാനി ഇല്ലേ അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒന്ന് നന്നായി അരിച്ചു കൊടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക. അതിൽ കല്ലും കട്ടൊക്കെ ആണെങ്കിൽ പോയിക്കോട്ടെ ഞാൻ വെച്ചിട്ടാ. എന്നിട്ട് നന്നായിട്ടൊന്ന് കുത്തിയൊക്കെ ഇളക്കിയിട്ട് ആ ശർക്കര ഒന്ന് വറ്റി വരുമല്ലോ, അതേപോലെ അതുവരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അതെ, ഇനി അതിലേക്ക് നമുക്ക് 2-ാം പാല് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് കേട്ടോ 2-ാം പാല് ഒഴിച്ചു കൊടുത്തത്. അതാണ് കാണാറുണ്ട്. പകുതി ഒഴിച്ചിട്ട് പിന്നെ ഇളക്കി കൊടുത്തതിന് ശേഷം 2-ാം പാല് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ കാണാത്തതാണ്. എന്നിട്ട് അതൊന്ന് നന്നായി ഒന്ന് കുറുക്കിയെടുക്കുക കേട്ടോ. നന്നായി കുറുക്കിയെടുക്കണം. അതിൽ വെള്ളമൊക്കെ വറ്റി നന്നായി കുറുകി വരുമ്പോൾ 1-ാം പാല് നമുക്ക് അതിൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ട് അതൊന്ന് മുറുക്കിയെടുക്കുക കേട്ടോ. നന്നായി വറ്റിച്ചിട്ട് മുറുക്കിയെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത്ര അളവിൽ എടുക്കണം എന്നില്ല. ഇനിയിപ്പോൾ ഒരു കപ്പിൻ്റെ പകുതി എടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളൂ കേട്ടോ. അതാ അതിലത്തെ വെള്ളമൊക്കെ നന്നായി വറ്റി വരുന്നുണ്ട് കേട്ടോ. അതാ നന്നായി തിളച്ച് വരുന്നുണ്ട്. കുറച്ച് സമയം ഉണ്ട് കേട്ടോ എടുക്കും കേട്ടോ ഇതൊന്ന് ആവാൻ. ഇതായപ്പോൾ ചെറുതായിട്ട് അവിടെയൊക്കെ വിട്ട് വന്നു തുടങ്ങിയിന് കേട്ടോ. ഇനിയും ഒന്ന് കുറുകിയെടുക്കാനുണ്ട് കേട്ടോ. ഒന്നും കൂടി കുറുകി വന്നിട്ടുണ്ട് കണ്ടോ. പാത്രത്തിൻ്റെ അടിയിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്. ഇത് നോൺ സ്റ്റിക്ക് ആയ കാരണം പിന്നെ അടി പിടിക്കുന്നുള്ള പേടി നമുക്കില്ല. ഇനി നമുക്ക് പൊടിച്ച് വെച്ച ചുക്ക്, ജീരകം, ഏലക്കായ പൊടിച്ചത് അതിൻ്റെ മുകളിൽ വെതറിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ഞാൻ വീഡിയോ എടുക്കണ കാരണം ഒരു ചട്ടിയിലേക്കാണ് ഇപ്പം മാറ്റണം കേട്ടോ. നന്നായി കഴുകിയിട്ട് ഉണക്കിയ പാത്രത്തിലേക്ക് നമ്മൾ വേണം കേട്ടോ അത് മാറ്റാൻ.
നമ്മളിതിൽ മാറ്റിയിട്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഭക്ഷണത്തിന് ശേഷം ആവശ്യത്തിനനുസരിച്ചിട്ട് കുറേശ്ശെ എടുത്ത് തിന്നാവുന്നതാണ് കേട്ടോ. ഇത് ഈ കർക്കിടക മാസത്തിൽ മഴക്കാലമല്ലേ, അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ അസുഖങ്ങൾക്കും നല്ലതാണിത്. ശരീരത്തിന് മാത്രമല്ല നമ്മുടെ മുടിക്കും എല്ലാത്തിനും നല്ല ഔഷധമാണ് കേട്ടോ ഉലുവ. അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രമാത്രമുള്ള എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.